ഇന്നലെ ഒരു നല്ല ഈ നൂറ്റാണ്ടിലെ നല്ലൊരു തമാശ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു. കോൺഗ്രസ് 100 സീറ്റ് കുറച്ചു കാലം കൊണ്ട് വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. 100 സീറ്റ് പിടിച്ചില്ലെങ്കിൽ സന്യാസത്തിന് പോകും, ഇതൊക്കെ മതിയാക്കുന്ന കോൺഗ്രസ് ഇങ്ങനെ വലിയ ആവേശത്തിൽ നിൽക്കുകയാണ്. കനകൊല്ലു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് 90-നും 100-നും ഇടയ്ക്കാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 110 സീറ്റ് പിടിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. എന്ത് ഡേറ്റയുടെ ബേസിലാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത് എന്നുള്ളതാണ് തമാശ. കാരണം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 38% വോട്ട് പിടിച്ച് UDF നിൽക്കുമ്പോൾ 33%ത്തിലേക്ക് LDF താഴ്ന്നപ്പോൾ 14%ത്തിലേക്ക് BJP നിൽക്കുമ്പോൾ ഒരു 13% വോട്ട് സ്വതന്ത്രന്മാരും മറ്റു പാർട്ടികളൊക്കെ ജയിച്ച് നിൽക്കുന്ന ഒരു ഡേറ്റ ഉണ്ട് ഇവിടെ. അത് വെച്ച് നോക്കുമ്പോൾ 60 മണ്ഡലങ്ങളിലാണ് CPM-ന് സാധ്യതയുള്ളതും 80 മണ്ഡലങ്ങളിൽ UDF-ന്റെ സാധ്യതയാണ് പറയുന്നത്. പക്ഷെ ഇനി തമാശ എന്താണ്? 80 മണ്ഡലങ്ങളിൽ UDF-ന്റെ സാധ്യത പറയുമ്പോൾ പിന്നെ BJP സാധ്യതയും കൂടെ എവിടെ പോകും? BJPക്ക് വട്ടിയൂർക്കാവ് നിയമമൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വെച്ചിട്ടൊരു സാധ്യത കണക്ക് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ അതും നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. എന്ത് ഡേറ്റയുടെ ബേസിലാണ് CPM ഇത് പറയുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇത് പറയുന്നത്? 20 മന്ത്രിമാർക്കും ഓരോ ജില്ലകളുടെയും ചുമതല കൊടുക്കുമെന്നും അപ്പൊ 14ആയി, ബാക്കിയുള്ളവർക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ജില്ലകൾ വീതിച്ചു കൊടുക്കുമെന്നും അവർ ജില്ലകളിൽ പോയി പിന്നെ ഇനിയിപ്പോ ഈ നമ്മുടെ ബഡ്ജറ്റിൽ പറയാൻ പോകുന്ന ആനുകൂല്യങ്ങളും അത് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ആനുകൂല്യങ്ങളും ഇതുവരെ കൊടുത്ത ആനുകൂല്യങ്ങളും എല്ലാം കൂടി താഴെത്തട്ടിൽ പറഞ്ഞ് 2000 എന്ന് പറയുന്ന പെൻഷൻ 2500 ആക്കി, ശമ്പള പരിഷ്കരണം, അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ, അതുപോലെ ഒരുപാട് ആളുകളെ സ്ഥിരപ്പെടുത്തൽ, പിന്നെ തൊഴിലുറപ്പുകാർക്ക് പൈസ കൊടുക്കൽ, ഇങ്ങനെ ഓരോരുത്തർക്കും പല രൂപത്തിൽ പരമാവധി സെഗ്മെന്റുകളെ പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ വളരെ ദുരന്തമായിട്ടുള്ള കേരളത്തിന്റെ ഒരു ദുരന്തം, സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിൽ, ഇത്രയധികം പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന ഒരു കേരളത്തിൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്തും പുരോഗമന കലാസാഹിത്യ സംഘവും യുക്തിവാദി സംഘവും അങ്ങനെ ഒരു വലിയ സംഭവമുണ്ട്, ഒരു സാംസ്കാരിക കേരളമുണ്ട് ഒന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലാണ് AK ബാലനെ പോലുള്ള ആളുകൾ വന്ന് മതത്തിന്റെ ചിന്തകൾ കുത്തിത്തിരികി. നമുക്ക് എപ്പോഴെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? ആഭ്യന്തര വകുപ്പ് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കുമോ മന്ത്രിയായിട്ട് വരിക? ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ കോൺഗ്രസിനെ സഹായിച്ചു, പല കാലത്തിൽ CPM-നെ സഹായിച്ചു, അവരൊരുപാട് സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ പിണറായി വിജയനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. EMS-ന്റെ കാലഘട്ടത്തിൽ മുതൽ പല ചർച്ചകൾ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. പിന്നെ കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്, ME ഗോവിന്ദനുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചർച്ചകളുടെ വീഡിയോയും റെക്കോർഡും ഒക്കെ പിന്നെ പടങ്ങളും ഒക്കെ ജമാഅത്ത് ഇസ്ലാമി പുറത്തു വിട്ടിട്ടുണ്ട്. മാത്രമല്ല AK ബാലനെതിരെ 1.5 കോടി രൂപയുടെ കേസും കൊടുത്തിട്ടുണ്ട്. ഇവർ അപകീർത്തിപരമായ കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആയിരിക്കില്ലല്ലോ കോൺഗ്രസിന്റെ ആരെങ്കിലും ആയിരിക്കത്തില്ലേ ആഭ്യന്തരമന്ത്രി? മിക്കവാറും മുഖ്യമന്ത്രി തന്നെ ആയിരിക്കുമല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് കുത്തിവിട്ടതിന്റെ ഒരു കാര്യം, ഇപ്പുറത്തെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ അത് വെള്ളാപ്പള്ളി പറയുന്ന ഒരു ന്യായം ഇതൊക്കെ തന്നെയാണ്. ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ BJPക്ക് അനുകൂലമായും കോൺഗ്രസിന് അനുകൂലമായി വരികയാണെങ്കിൽ ആ ഹിന്ദു കൺസോൾട്ടേഷനെ പൊളിക്കാൻ, കാരണം മുസ്ലിങ്ങളെ ഇനിയിപ്പോ കൈ കിട്ടത്തില്ല, അവർ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞു. ക്രിസ്ത്യാനികളെ കൈ കിട്ടത്തില്ല, അവരും പോയി കഴിഞ്ഞു. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പൊ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കേണ്ട കൺഫ്യൂഷൻ എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണ് ഇനിയിപ്പോ ഭരിക്കാൻ പോകുന്നത് കേരളത്തിൽ എന്ന് വരുത്തി തീർക്കുകയും അതിൽ ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞപ്പോഴാണ് കുറച്ച് കടുത്തുപോയത്. കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ വല്ല റോളുണ്ടോ? അതേസമയം മുസ്ലിം ലീഗ് ഭരിക്കും എന്ന് പറഞ്ഞെങ്കിലും കേരളത്തിന്റെ മന്ത്രിസഭ UDF വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരിക്കും എല്ലാം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കുണ്ട്. ഒരു ലോജിക്കില്ലാത്ത തള്ള് AK ബാലൻ തള്ളിയപ്പോൾ അതും കൂടി കണ്ടുകൊണ്ടാണോ മുഖ്യമന്ത്രി 110 സീറ്റിലേക്ക് പോയിരിക്കുന്നത് എന്നത് വളരെ രസകരമാണ്. എന്തായാലും 110 സീറ്റ് പിടിക്കും എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പിടിക്കലായി പോയി. അതൊരു പക്ഷെ മാപ്പ് എടുത്ത് വെച്ച് പിടിക്കാനേ നടക്കുള്ളൂ, മണ്ഡലങ്ങളുടെ പേരെടുത്ത് വെച്ച് അതിൽ പിടിക്കാനേ നടക്കുള്ളൂ. അല്ലാതെ കേരളത്തിൽ ഒരു 110 സീറ്റ് ഇനി 3ാം പിണറായി ഗവൺമെന്റിന് കിട്ടുകയാണെങ്കിൽ അതൊരു വല്ലാത്ത ദുരന്തമായിരിക്കും, അതൊരു വല്ലാത്ത സംഭവമായിരിക്കും. ഒരുപക്ഷെ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന വലിയൊരു അധ്യായമായിരിക്കും അങ്ങനെ ഒരു 3ാം ഗവൺമെന്റ് വരികയാണെങ്കിൽ. കാരണം ആന്റി ഇൻകംബൻസ് ശബരിമലയുടെ ആയാലും ഒരുപാട് ഘടകങ്ങളെ സംബന്ധിച്ച് ഈ 2ാം ഭരണത്തെക്കുറിച്ച് എത്ര കണ്ട് പോസിറ്റീവ് ഉണ്ടോ അതിന്റെ 10 മടങ്ങ് നെഗറ്റീവാണുള്ളത്. പിന്നെ അവർ പറയുന്നൊരു ന്യായം, ഞങ്ങൾ ടേം വ്യവസ്ഥയൊന്നും നോക്കാതെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. തോമസ് ഐസക്കിനെയും അതുപോലെ പലരെയും തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ മത്സരിക്കുന്നവരിൽ 2-3 പരീക്ഷിച്ച് മുകേഷിനെ പോലെയുള്ള
ടി പി രാമകൃഷ്ണൻ LDF കൺവീനർ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷ് ഇതിന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെയുള്ള പിന്നെ മുകേഷ് ഗ്രാഫ് വളരെ താഴെയാണ്. അങ്ങനെ 2-3 വരെ എഴിച്ച് ബാക്കി പരമാവധി ആളുകൾക്ക് ഞങ്ങൾ സീറ്റ് കൊടുക്കും എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടുള്ള പരമാവധി ആളുകൾക്ക് ഞങ്ങൾ സീറ്റ് കൊടുക്കും, ജയിച്ചവരെ ഒരു കാരണവശാലും ഒഴിവാക്കത്തില്ല. 2 പ്രാവശ്യം ആയാലും 3 പ്രാവശ്യം ആയെങ്കിലും 10 പ്രാവശ്യം ആയെങ്കിലും അവരെ ഒഴിവാക്കുന്നില്ല എന്നുള്ളൊരു പുതിയ ഒരു 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 ക്ലീശ അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം കൂടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സ്വതന്ത്രന്മാർക്ക് വലിയ സാധ്യത കൊടുക്കും, വനിതകൾക്ക് വലിയ സാധ്യത കൊടുക്കും, യുവാക്കൾക്ക് വലിയ സാധ്യത കൊടുക്കും, സാംസ്കാരിക സാമൂഹ്യ നായകർക്ക് ഇങ്ങനെ വളരെ വലിയ ഹൈപ്പ്. എന്ത് വിട്ടുവീഴ്ച ചെയ്തും, എന്ത് ജാതി കളിച്ചും മതം കളിച്ചും, ജമാഅത്തിയെ പ്രകോപിപ്പിച്ചോ, ജമാഅത്തിയുടെ കാര്യം പറഞ്ഞോ, ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞോ, ക്രിസ്ത്യനെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ ജാതിപരമായി ചിന്തിപ്പിച്ചോ, അവരെ ജാതിപരമായി വേർതിരിപ്പിച്ചോ, എന്ത് ന്യായം പറഞ്ഞിട്ടായാലും 110 സീറ്റ് കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ അതൊരു ഒന്നൊന്നര പറച്ചിലായിപ്പോയി. ഒരു കാരണവശാലും അതിന്റെ സാധ്യത ഇന്നത്തെ കേരളത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെയാണ് കേരളം ചിന്തിക്കുന്നതെങ്കിൽ ഇപ്പൊ 1 മാസമായ പോലും ആയിട്ടില്ല കേരളം ചിന്തിച്ചിട്ട്, 38% കേരളം ചിന്തിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ പിന്നെ വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പിലേക്ക് 30 സീറ്റിലേക്ക് കോൺഗ്രസിനെ ഒതുക്കി, മാത്രമല്ല 30 സീറ്റ് മാത്രമല്ല, അതിന് BJPക്ക് പിന്നെ പോകും സീറ്റുകൾ, അതും കൂടെ ഒതുക്കിക്കൊണ്ട് വേറെ തമാശ. ഇപ്പൊ ഷോൺ ജോർജിനെ പോലെ ആളുകൾ പറയുന്നത് മിഷൻ 40 എന്നൊക്കെ പറഞ്ഞിട്ട് 40 സീറ്റ് പിടിക്കാനായിട്ട് കണക്കാക്കി BJP നിൽക്കുകയാണ്. മാത്രമല്ല പല സീറ്റുകളും ആര് ജയിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, UDF ഒക്കെ അങ്ങനെ അഹങ്കരിച്ച് പോണ്ട, നിങ്ങൾ ജയിക്കണോ വേണ്ട ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറയുന്ന ഷോൺ ജോർജിനെ പോലെയുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട് BJPന്ന്. അതും നടക്കുന്ന സമയത്താണ് കൃത്യമായി പിണറായി വിജയന്റെ ഒരു തള്ളു വന്നിരിക്കുന്നത്. അത് അത്രയും അങ്ങ് കൊണ്ടുപോയത് ശരിയായില്ല. 110 സീറ്റ് പിടിക്കും എന്നൊക്കെ പറയുന്നത് ഒരു ബോഗസ് നമ്പറാണ്, ഒരു നമ്മുടെ പൊതുമണ്ഡലത്തിന്റെ പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്ന നമ്പറാണ്. അങ്ങനെ പൊതുമണ്ഡലത്തിന്റെ പൊതുമനസ്സിന്റെ പൊതുബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഇക്കിളിപ്പെടുത്തലാണ്. അതൊരു തരം മഞ്ഞക്കിളി പരിപാടിയാണ്. അത് ശരിയായില്ല. അങ്ങനെ ഒരു കാൽക്കുലേഷനിലേക്ക് എങ്ങനെയെങ്കിലും CPM-നോ BJPക്കോ കോൺഗ്രസിനോ പോകാൻ പറ്റുമോ? 110 സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 60 സീറ്റിൽ നിൽക്കുന്നത് 50 സീറ്റ് കൂടി നിങ്ങൾ പിടിക്കണം. പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിൽ 60-ൽ നിൽക്കുന്ന നിങ്ങൾ 50 സീറ്റ് കൂടി പിടിക്കണം. അങ്ങനെ ഒരു പിടുത്തം പിടിക്കാൻ നിങ്ങൾ കഴിയുമോ? 110 പറഞ്ഞാൽ 90 കിട്ടുമെന്നുള്ള കാഴ്ചപ്പാടാണെങ്കിൽ ഓക്കെ, പക്ഷെ അങ്ങനെയും കഴിയാൻ സാധ്യതയില്ല. കാരണം അത്രമാത്രം ഈ ഒളിമ്പിക്സിൽ ഈ റിലേയിൽ ഒരുപാട് ദൂരം ബാറ്റും കൊണ്ട് UDF ഓടിപ്പോയിട്ടുണ്ട്. ആ ഓടിപ്പോയുമ്പോൾ നിങ്ങൾ UDF ഓടുമ്പോൾ BJP തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. പണ്ട് കാലത്തായിരുന്നെങ്കിൽ LDFന്റെ വോട്ടുകളൊക്കെ LDFന് കിട്ടുകയും UDFന്റെ വോട്ടുകൾ BJP കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് UDF പലപ്പോഴും തളർന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, LDFന്റെ വോട്ടുകളും BJP കൊണ്ടുപോകുന്ന പുതിയ കാഴ്ചയാണുള്ളത്. അതുകൊണ്ട് BJP കൊണ്ടുപോകുന്നത് റിസർവ് വോട്ടല്ല, എല്ലാവരുടെ വോട്ടും കൊണ്ടുപോകാം. അപ്പോഴും BJP ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ്. കേരളത്തിൽ കുറേ മണ്ഡലങ്ങളിൽ വളരെ ഡിസൈഡിങ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. അതെല്ലാം പറയുമ്പോഴും UDFന്റെ അപ്പർ ഹാൻഡ് കിടക്കുന്നു. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വരും മികച്ച ഭൂരിപക്ഷത്തിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കുറെ കൂടി റിയലിസ്റ്റിക്കായി മനുഷ്യന് ബോധമണ്ഡലത്തിൽ കയറുകയെങ്കിലും ചെയ്യും. ഇത് 110 സീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ബോധമണ്ഡലത്തിൽ പോയിട്ട് അബോധമണ്ഡലത്തിൽ പോലും അത് കയറുന്ന ഒരു സാധനമല്ല. ഒരു കാരണവശാലും അത് വളരെ ബോഗസ് ആയിട്ടുള്ളൊരു നമ്പറാണ്.